Hello my dear students, welcome to my new video and this is the sixth part of the chapter Electrochemistry. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത്. നമ്മളെ എക്സാമിന് നിരന്തരം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ ക്ലാസ് വളരെ ശ്രദ്ധയോടെ തന്നെ കാണുക. മാത്രമല്ല എനിക്ക് കുട്ടികളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ ഫണ്ടമെന്റൽ ഐഡിയാസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എസ്പെഷ്യലി ഒരു ഗാൽവനിക് സെൽ എന്താണ്, ഒരു ഡാനിയൽ സെൽ എന്താണ്. ഗാൽവനിക് സെല്ലിൽ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. അത് പഠിച്ച കുട്ടികൾക്കല്ലേ അറിയുള്ളൂ. ഒരു സെൽ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കുട്ടികളാണെങ്കിൽ ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ എക്സാമിന് നേൺസ്റ്റ് ഇക്വേഷൻ എന്താന്ന് ചോദിക്കും, ഡെറിവേഷൻ ചോദിക്കും, ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് നല്ലപോലെ അറിയണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് നേൺസ്റ്റ് ഇക്വേഷൻ. ഐ റിപ്പീറ്റ്, നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, എന്തിനാണ് ഈ നേൺസ്റ്റ് ഇക്വേഷൻ ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാ? ദിസ് ഇക്വേഷൻ used to determine the reduction potential of an electrode as well as the EMF of the cell at any concentration. ഏതൊരു കോൺസെൻട്രേഷനിലും ഒരു സെല്ലിന്റെ EMF കണക്കാക്കാൻ, അല്ലെങ്കിൽ ഏതൊരു കോൺസെൻട്രേഷനിലും ഒരു ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് ഇക്വേഷൻ? The Nernst equation. And this equation also provides a quantitative relationship between the electrode potential and the concentration of the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും അതോടൊപ്പം തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, ആ റിലേഷൻ പറഞ്ഞു തരുന്നത് ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ദി റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് ദി സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, ദാറ്റ് മീൻസ് അറ്റ് 1 atmosphere, 298 Kelvin ആൻഡ് 1 molar കോൺസെൻട്രേഷൻ, ആ സമയത്ത് ഓരോ ഇലക്ട്രോഡുകളും കാണിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 1 molar കോൺസെൻട്രേഷൻ അല്ലാതെ വരുന്ന ഏത് കോൺസെൻട്രേഷനെയും നമ്മൾ പറയുന്നത് ഈ രീതിയിലാണ്, അറ്റ് എനി കോൺസെൻട്രേഷൻ. മനസ്സിലായോ? അത് 0.1 molar ആയിക്കോട്ടെ, 10⁻⁻5 molar ആയിക്കോട്ടെ, 0.002 molar ആയിക്കോട്ടെ, 0.002 molar ആയിക്കോട്ടെ, എന്തായിരുന്നാലും നമ്മൾ പറയുന്നു ആ കോൺസെൻട്രേഷൻ ഒക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളത്. ഇപ്പൊ രണ്ട് സെല്ലുകൾ ഉണ്ട്, ഈ രണ്ട് സെല്ലുകളിൽ വരുന്ന ഇലക്ട്രോഡുകൾ ഡിഫറെന്റ് ആണ്. ഈ രണ്ട് ഇലക്ട്രോഡുകളുടെയും കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 0.1 molar ആകുക, മറ്റൊന്നിന് 0.002 molar ആകുക. അപ്പൊ ഡിഫറെന്റ് ആയി അല്ലേ? അപ്പോ ഇങ്ങനെ വരുമ്പോ നമ്മൾ EMF കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, so next we are going to discuss about the Nernst equation for the reduction potential of an electrode. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, Nernst equation is used to determine the reduction potential of an electrode. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, അത് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദിസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് an electrode? അതിനുവേണ്ടി ആ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ ആൻ ഇലക്ട്രോഡ്. Mn plus bar to M.
ഇതൊരു ഇലക്ട്രോഡ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ? ഒരു കുട്ടിക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവണം. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് n പ്ലസ് എന്ന് പറയുന്നത് 0 ആയിട്ട് m0 ആയിട്ട് ഇവിടെ മാറി. ഹിയർ ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോ നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് m. അത് aqueous സ്റ്റേറ്റിലായിരുന്നു. അതിന്റെ മെറ്റൽ അയോൺസ് when it gain electron, this metal ion get reduced to metal and that metal is in the solid form. Okay. ഇനി nearest equation പറയാൻ പോവാണ്. E mn plus bar m, that means electrode. E electrode ഏത് ഇലക്ട്രോഡ് ആണ്? mn plus bar m എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് is equal to E0 mn plus bar m. അതായത് ഈ ഇലക്ട്രോഡ് is equal to E0 ഇലക്ട്രോഡ് എന്നാണ് അർത്ഥം കേട്ടോ. മൈനസ് RT divided by NF ln molar concentration of the metal divided by molar concentration of the metal ion. ഇനി ഈ താഴെ കാണുന്ന ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു നമുക്ക് നോക്കാം. ഇവിടെ ln എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. ഇത് നാച്ചുറൽ ലോഗരിതത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ log to the base 10 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോ ഈ RT divided by NF എന്ന് പറഞ്ഞു കണ്ടോ, ഇതിന്റെ ഒപ്പം യു ഹാവ് ടു മൾട്ടിപ്ലൈ എ വാല്യൂ 2.303. അതോടൊപ്പം തന്നെ ln എന്നുള്ളത് ലോഗ് ആക്കിയിട്ട് മാറ്റണം. ലോഗ് ടു ദ ബേസ് 10. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് മാറുന്നു. E mn plus bar m is equal to E0 mn plus bar m minus 2.303 RT divided by NF log to the base 10 1 divided by the molar concentration of the metal ion. എന്തുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയത്? കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന ചാപ്റ്ററില് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. The molar concentration of pure solid is always equal to 1. പഠിച്ചിട്ടില്ലേ? Molar concentration of pure solid, molar concentration of pure liquid, and also molar concentration for gases at 1 bar pressure, that is also equal to 1. Okay. ഇനി ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ എഴുതിയിട്ടുള്ളത്. ഈ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കൂ. E mn plus bar m എന്ന് പറയുന്നത് it is a reduction potential of an electrode at any concentration. Clear? E0 mn plus bar m is equal to the standard reduction potential. Standard reduction potential എന്ന് പറയുമ്പോൾ അതിന്റെ concentration 1 molar, temperature 298 Kelvin and pressure എന്ന് പറയുന്നത് it is 1 bar. ഇനി R, it is universal gas constant and its value is 8.314 joule per Kelvin per mole. T is the temperature in Kelvin. F, the Faraday's constant. Faraday's laws of electrolysis പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി വൈകാതെ പഠിക്കൂ കേട്ടോ. It is 96,500 coulomb per mole. Then molar concentration of Mn plus aqueous, it is a molar concentration of ions in solution, and Ms, it is a molar concentration of a solid and its value is equal to 1. ഇപ്പൊ നേഴ്സ് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം, നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനും എഴുതാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to substitute the values of R, F and T. Temperature is 298 Kelvin. In this above equation, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ കിട്ടാന്നൊന്ന് നോക്കാം. E mn plus bar m, that means E electrode is equal to, ഇതെന്താണ്? It is the reduction potential of an electrode. E0 mn plus bar m, this is the standard reduction potential of an electrode, minus 0.059 divided by n log 1 divided by mn plus. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് 2.303 into 8.314 into
ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു. 2.303 RT ടെമ്പറേച്ചർ 298 കെൽവിൻ ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500. ഇതെല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്തപ്പോഴാണ് 0.059 എന്ന് പറഞ്ഞു വന്നത്. എന്നിനെ നമ്മൾ മാറ്റാൻ പാടില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സെൽ റിയാക്ഷൻ. അപ്പോ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ലൂസ് ചെയ്യും. ആ ഇലക്ട്രോണിന്റെ എണ്ണാണ് നമ്മളിവിടെ N ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി ലോഗ് 1 ഡിവൈഡഡ് ബൈ Mn പ്ലസ്. Mn പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദി സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ ഒരു നേൺസ് ഇക്വേഷൻ തന്നെ ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. എന്താ ഇവിടെ വ്യത്യാസം കാണിച്ചിട്ടുള്ളത്? ഈ മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് ആയി മാറി. അപ്പോ ഇവിടെ വന്ന മാറ്റം എന്താ? 1 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറയുന്നത് Mn പ്ലസ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് ആയിട്ട് മാറി. ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദി സൊല്യൂഷൻ. ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ്. അതായത് നമ്മൾ എടുത്ത ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള അയോണുകളുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ മൈനസ് എന്നുള്ളതോ പ്ലസ് ഉള്ളതോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം, ഒരു തെറ്റുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, അപ്പോ ഇവിടെ മാറ്റം വരുത്താനുള്ളത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ നേൺസ് ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മള് ഒരു ഗാൽവനിക് സെല്ല് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സെല്ലിന്റെ EMF കണ്ടുപിടിക്കുന്നത്? ഇവിടെ എടുക്കുന്ന ഗാൽവനിക് സെല്ലിന്റെ പ്രത്യേകത എന്താ? നമ്മള് ഗാൽവനിക് സെല്ല് എടുക്കുമ്പോൾ എന്തായാലും 2 ഇലക്ട്രോഡുകൾ വേണമല്ലോ. ആ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോലൈറ്റുകളിലാണ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല, ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ആണ്. 1 മോളാർ അല്ലാതെ വേറെ ഏത് കോൺസെൻട്രേഷനും ആകാം. അങ്ങനെയുള്ള ഒരു ഗാൽവനിക് സെല്ലിന്റെ EMF എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു ഗാൽവനിക് സെല്ലാണ് ഇവിടെ എടുക്കുന്നത്. ആ ഗാൽവനിക് സെല്ല് ഡാനിയൽ സെല്ലാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടല്ലോ, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സിങ്ക് കോപ്പർ സെൽ ആൻഡ് ദ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ ഈസ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സിങ്ക് ബാർ, സിങ്ക് പ്ലസ് 2, ഡബിൾ ബാർ, കോപ്പർ പ്ലസ് 2, സിംഗിൾ ബാർ കോപ്പർ. ഇതാണ് സെൽ റെപ്രസെന്റേഷൻ. ഈ ഭാഗത്തുള്ളത് RHS, LHS ഉണ്ട്, RHS ഉണ്ട്. LHS സൈഡിലുള്ളത് ആനോഡ്, RHS സൈഡിലുള്ളത് കാഥോഡ്. ആൻഡ് ദ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ഓക്സിഡേഷൻ ആണ്. സിങ്ക് is get oxidized to zinc plus 2 ion with a losage of 2 electron. And the reactions occurring at cathode, Cu plus 2 ions gains 2 electrons and get converted or get reduced to copper. Okay, and the net cell reaction is zinc plus Cu plus 2 gives zinc plus 2 plus Cu. ഇവിടെ 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങള് തുടക്കത്തിൽ എഴുതി വെക്കണം. ഒരു ഡാനിയൽ സെല്ലിന്റെ EMF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടുന്ന നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് റിമെമ്പർ, ദിസ് ഈസ് അറ്റ് 298 കെൽവിൻ. ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻസ് എഴുതിയപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് 2 ആണെന്ന്, അല്ലെ? 2 ഇലക്ട്രോൺസ് ക്യാൻസൽ ഔട്ട് ചെയ്തത് പോയത് ഓർമ്മയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതുകയാണ്. Zn plus 2 bar zinc is equal to E0 zinc plus 2 bar zinc minus 0.059 divided by 2 log 1 divided by zinc plus 2. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നേൺസ്റ്റ് ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്തു.
ഇങ്ങനെ ഒന്ന് കിട്ടി. ദെൻ ഈ കോപ്പർ ഇലക്ട്രോഡിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. Cu plus 2 bar copper is equal to E0 Cu plus 2 bar copper minus 0.059 divided by 2 log 1 divided by Cu plus 2. ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ സിംഗിൾ ഇലക്ട്രോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചില്ലായിരുന്നോ? അത് വെച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾക്കൊരു കാര്യം അറിയാം. എന്താ? ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മളൊരു ഡാനിയൽ സെല്ലില് ഏതാണ് കാഥോഡ് ഏതാണ് ആനോഡ് എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. കോപ്പർ എന്ന് പറയുന്നതാണ് അവിടുത്തെ കാഥോഡ്, അതുപോലെ സിങ്ക് എന്ന് പറയുന്നതാണ് ആനോഡ് അല്ലെ. അപ്പോ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അപ്പൊ ഇതാണ് കാഥോഡിന്റെ ഹാഫ് സെല്, ഇതാണ് ആനോഡിന്റെ ഹാഫ് സെല്. അപ്പോ ഈ സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ആണ്. അപ്പോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കോപ്പർ പ്ലസ് 2 ബാർ കോപ്പർ മൈനസ് ഈ സിങ്ക് പ്ലസ് 2 ബാർ സിങ്ക്. അപ്പൊ ഈ ഒരു സെക്ഷൻ കിട്ടി. ഇനി ഇതാണ് കേട്ടോ, E0 കോപ്പർ പ്ലസ് 2 ബാർ കോപ്പർ മൈനസ് E0 സിങ്ക് പ്ലസ് 2 ബാർ സിങ്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടി. ഓക്കെ, മൈനസ് ഒക്കെ മൈനസ് ആണ്, നമ്മളിത് സബ്ട്രാക്ട് ചെയ്യാണ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ് ചെയ്യുന്നത്. മൈനസ് 0.059/2 എന്ന് പറയുന്നത് ഇതിലുള്ള രണ്ടിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണ്, അതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. ഇൻറ്റു ലോഗ് 1 ഡിവൈഡഡ് ബൈ കോപ്പർ പ്ലസ് 2 അയോൺ മൈനസ് ലോഗ് 1 ഡിവൈഡഡ് ബൈ സിങ്ക് പ്ലസ് 2 അയോൺ. കോൺസെൻട്രേഷൻ ഉണ്ട്, മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കോപ്പർ പ്ലസ് 2 ബാർ കോപ്പർ മൈനസ് ഈ Zn പ്ലസ് 2 ബാർ സിങ്കിനെ ഇങ്ങനെ എഴുതിക്കൂടെ? ഈ സെൽ അല്ലെ, ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതുമ്പോ നമ്മള് ഈ സെൽ എന്ന് എഴുതുന്നു. അറ്റലിയ കോൺസെൻട്രേഷൻ ആണ്, അതുകൊണ്ട് ഈ സെൽ എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു E0 കോപ്പർ അയോൺ ബാർ കോപ്പർ മൈനസ് E0 സിങ്ക് പ്ലസ് 2 ബാർ സിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് E0 സെല്ലാണ്. മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് എങ്ങനെ എഴുതാം? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് പ്ലസ് 2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോൺ. ആൻഡ് ദിസ് ഈസ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ക്ലിയർ? അപ്പൊ ഒരു ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കാണാം എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ആ സെൽ റെപ്രസെന്റേഷൻ ഒക്കെ തന്നാൽ റിയാക്ഷൻ എഴുതുക. ഓരോ സിംഗിൾ ഇലക്ട്രോഡിന്റെയും നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ആ എക്സ്പ്രഷൻ ഒക്കെ എഴുതി ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നൊക്കെ കൊടുത്ത് നമ്മൾ ഇതിലേക്ക് എത്തിക്കുന്നു. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് Zn plus 2 divided by the molar concentration of Cu plus 2 ion. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയോ? ഇനി ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ വേറൊരു രീതിയിൽ എഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് മാറ്റിയാണ്. നോക്കൂ, ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ 2 log molar concentration of Cu plus 2 divided by molar concentration of zinc plus 2. ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷനിലൂടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? EMF of a cell, it increases with the concentration of Cu plus 2 ions, and EMF of a cell, it decreases with the concentration of Zn plus 2 ions. Please note this point. Okay? കോപ്പർ പ്ലസ് 2 അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് EMF ഓഫ് ദ സെല്ല് കൂടുന്നു. സിങ്ക് പ്ലസ് 2 അയോണിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇവിടെ EMF എന്ന് പറയുന്നത് കുറയുന്നു. ക്ലിയർ ആയില്ലേ? ഓൾ ക്ലിയർ? ഇനി
വേറെ ഒരു ടോപ്പിക്കിലേക്ക് പോകാണ് കേട്ടോ. ഇപ്പോ ഒരു ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ രീതിയിൽ നമുക്ക് എഴുതാം, ഇങ്ങനെയും എഴുതാം. So next is the Nernst equation for a general electrochemical reaction. ഒരു ജനറൽ റിഡോക്സ് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഹൗ കൻ യു റൈറ്റ് ദ Nernst equation? വളരെ ഈസിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് എഴുതുന്നത് ഒന്ന് നോക്കൂ. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ. നമുക്കൊരു ജനറൽ റിയാക്ഷനെ കൺസിഡർ ചെയ്യാം. A moles of A plus B moles of B gives C moles of C plus D moles of D. ഇങ്ങനെ ഒരു റിയാക്ഷൻ എവിടെയാണ് കേട്ടിട്ടുള്ളത്? കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോ ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ വെച്ചിട്ടാണ് പഠിപ്പിക്കുക. ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ n ഇലക്ട്രോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെയുള്ള ജനറൽ റിയാക്ഷൻസ് വരുമ്പോ എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്? E-cell is equal to E0 cell minus 2.303 RT divided by NF log QC. What is QC? കേട്ടിട്ടുണ്ടോ KCയും QCയും കുറിച്ച്? QC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോൺസെൻട്രേഷൻ കോഷ്യന്റ്. That means the ratio of the product of molar concentration of the products to the molar concentration of the reactants at any time, at any concentration. That is the concentration quotient. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും ഞാൻ പഠിപ്പിച്ചു തന്നത്. QC is equal to the molar concentration of the product divided by molar concentration of the reactants. പ്രത്യേകതയുണ്ട്, at any time, at any concentration. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള റേഷ്യോ ആണ്, പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും റേഷ്യോ ആണെന്ന് ഓർക്കുക. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? E-cell is equal to E0 cell minus 2.303 RT divided by NF into log molar concentration of C raised to C into molar concentration of D raised to D divided by molar concentration of A raised to A into the molar concentration of B raised to B. ഇപ്പൊ പലർക്കും പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ദ Nernst equation ഫോർ എ ജനറൽ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. അപ്പോ ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഒരു റിഡോക്സ് റിയാക്ഷന്റെ Nernst equation എഴുതാന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് നമ്മൾ നേരത്തെ ഡാനിയൽ സെല്ല് പഠിച്ചത് എങ്ങനെ എഴുതിയിരുന്നത്? ഇതിലൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. E cell is equal to E0 cell minus 0.059 divided by 2 log molar concentration of Zn plus 2 divided by molar concentration of Cu plus 2. Product by reactant. ദാ നോക്കൂ, എന്തായിരുന്നു ആ റിയാക്ഷൻ? സെൽ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? Zinc plus Cu plus 2 gives zinc plus 2 plus copper. ഇങ്ങനെയല്ലേ ആയിരുന്നത്? അപ്പോ ഇവിടുത്തെ പ്രോഡക്റ്റ് സൈഡ് ഏതാ? സിങ്ക് പ്ലസ് 2 ആൻഡ് കോപ്പർ. അപ്പൊ നമ്മളിവിടെ കൊടുക്കുമ്പോ എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് പ്ലസ് 2 ഇൻടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ. And remember, this copper is in the solid form and the molar concentration of a solid is unity. Divided by reactant side നോക്കുക, it is a molar concentration of zinc into molar concentration of Cu plus 2 ion and the molar concentration of zinc. Zinc എന്ന് പറയുന്നത് ഇതൊരു മെറ്റൽ ആണ്, it is a solid, so its molar concentration is 1. അപ്പൊ ബാക്കി ആരെയുള്ളത്? molar concentration of Cu plus 2. കിട്ടിയില്ലേ? ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾക്ക് ഡെറിവേഷൻ ഒക്കെ ഡാനിയൽ സെല്ലിന്റെ ആയിരിക്കും ചോദിക്കുക മിക്കവാറും. പിന്നെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ആ ഒരു സെൽ റെപ്രസെന്റേഷൻ എഴുതുക, സെൽ റിയാക്ഷൻ എഴുതുക, ഈ രീതിയിൽ Nernst equation എഴുതി വെക്കുക. സംഭവം തീർന്നു. നമുക്ക് ഒരെണ്ണം ചെയ്തു നോക്കാം അല്ലെ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൈറ്റ് ദ Nernst equation ഫോർ ദ ഗിവൺ സെൽ നിക്കൽ പ്ലസ് 2
സിൽവർ പ്ലസ് സിൽവർ, അതായത് നിക്കൽ സിൽവർ സെല്ലിന്റെ നേൺസ് ഇക്വേഷൻ കാണാനാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ അത് ചെയ്യാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദി സെൽ റിയാക്ഷൻ. അപ്പൊ നമുക്കൊരു സെൽ റിയാക്ഷൻ ഒന്ന് എഴുതാം. അറ്റ് ആനോഡ്. അപ്പൊ ആൻസർ എഴുതാൻ പോവാണ് കേട്ടോ. റിയാക്ഷൻസ് occurring അറ്റ് ആനോഡ്. റിയാക്ഷൻസ് അറ്റ് ആനോഡ് ഒന്ന് പറഞ്ഞേ. ഇവിടെ ഏതാ ആനോഡ്, ഏതാ കാഥോഡ്? ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ആനോഡ്, റൈറ്റ് സൈഡിലുള്ളത് കാഥോഡ്. എപ്പോഴും ഓർക്കുക കേട്ടോ. അപ്പൊ ആനോഡിൽ നടക്കുന്നത് എന്താ? ഓക്സിഡേഷൻ. നിക്കൽ സോളിഡ് is get oxidized to nickel plus 2 by losing 2 electron. Then reactions at cathode. ഇവിടെ എന്താണ്? Ag plus 2Ag, that means reduction. Ag, it gains 1 electron and get reduced to silver. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണുകൾ ഒരുപോലെ ആക്കണം. അപ്പൊ എന്ത് വേണം? ഈ ഒരു കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാലല്ലേ 2 ഇലക്ട്രോൺ ആവുക. ഓക്കെ, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റിൽ പോകുന്നത് കേട്ടോ. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ മുൻപ് ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് കാണുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ഇനി നെറ്റ് റിയാക്ഷൻ എന്താ? നെറ്റ് റിയാക്ഷൻ Ni plus 2Ag plus gives Ni plus 2 plus 2Ag. ഓക്കെ, ഇതിന്റെ സ്റ്റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടുക. ക്ലിയർ? ഇനിയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോ E cell is equal to E0 cell minus 0.059 divided by, ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ്? 2 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 2.303 RT divided by, അങ്ങനെ എഴുതണോ? 2.303 RT divided by 2F log product by reactant ആണ് അല്ലെ. അതായത് ഇവിടെ എന്താ വരിക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ni plus 2 which is in the aqueous state divided by molar concentration of Ag plus the whole square. number of moles ഉള്ളത് പവർ ആയിട്ട് എഴുതുന്നു. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B raised to B, A raised to A, C raised to C, D raised to D എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ല? അതുപോലെ ആ raised to എഴുതുന്നു. ഇതന്നെ നമുക്ക് എങ്ങനെ എഴുതാം? E cell is equal to E0 cell minus 2.303 RT by F എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ 0.059 divided by 2 log ഈ 2 എടുക്കാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ നിക്കൽ സിൽവർ സെൽ. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. നേൺസ്റ്റ് ഇക്വേഷൻ ആയിക്കോട്ടെ, അത് സിംഗിൾ ഇലക്ട്രോഡോ EMF ഓഫ് എ സെല്ലോ എല്ലാതും അതിപ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നുള്ളതും കൂടി എനിക്ക് മനസ്സിലാക്കാലോ. എന്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ എനിക്കത് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.